പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് 18 ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, ഇന്ന് യാത്ര ചെയ്യുന്നവരെ അവരുപയോഗിക്കുന്ന രേഖകൾ, ഓരോ രേഖകളെയും ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ, പ്രമാണങ്ങൾ, പാസ്പോർട്ടുകൾ, നിങ്ങളുടെ അപേക്ഷാ ഫോമുകൾ, നിങ്ങളുടെ ബാങ്ക് രേഖകൾ കർത്താവ് സ്പർശിക്കട്ടെ. ഇതുമായി കടന്നു പോകുന്നത് ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവിൻ്റെ വിശുദ്ധ മുദ്ര വെക്കട്ടെ. അത് ആർക്ക് കൊടുക്കുമ്പോഴും സ്വീകരിക്കുന്നവന് പരിശുദ്ധാത്മ നിറയുകയും നിനക്ക് ദൈവഹിതമാണെങ്കിൽ നിനക്ക് അനുകൂലമായ തീരുമാനം എടുത്തുകൊണ്ട് നിന്നെ സന്ധിക്കാൻ ഇടവരുത്തിട്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃഷിയിടങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ജീവിത മേഖലകളിലെ സാമ്പത്തികമായ ബാധ്യതകളും ഘടകങ്ങളുള്ളവരെ കർത്താവ് ഏറ്റെടുക്കട്ടെ. ഏലകൃഷിക്കാർ, റബ്ബർ കൃഷിക്കാർ, റബ്ബർ ടാപ്പ് ചെയ്യുന്നവർ, അതുകൊണ്ടെല്ലാം ഉപജീവനം നടത്തുന്നവർ, പലതരത്തിലുള്ള
ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റുമാറാതിരിക്കുന്നവർ, അത് വിറ്റുമാറിയില്ലെങ്കിൽ ജീവിത കാര്യങ്ങൾ നിറവേറാതെ തടസ്സപ്പെട്ട് കിടക്കുന്നവരെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവേ, വിദേശങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരും ഡേറ്റ് ഫിക്സ് ചെയ്തവർ, തിരിച്ചു വരാൻ പോകുന്നവർ, നിങ്ങളുടെ യാത്രകളെ കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങൾ കൊണ്ടുപോകുന്ന രേഖകളെ കർത്താവ് ആശീർവദിക്കട്ടെ. ആശുപത്രി കിടക്കുന്ന രോഗികളെ, രോഗം ഇതിലൊക്കെ പിടികിട്ടാത്തവർ, പലതരത്തിലുള്ള നീണ്ട ഐസിയുവിലും നീണ്ട ദിവസങ്ങൾ താമസിക്കുന്നവർ, സാമ്പത്തികമായ ബാധ്യതകളാൽ വലിയ ജപ്തി നടപടിയൊക്കെ വരാൻ പോകുന്നവരും വന്നിട്ട് അതിലൂടെ കടന്നു പോകുന്നവർ, അവർക്ക് എത്രയും വേഗം ഒരു പോംവഴി കിട്ടാൻ പരിശുദ്ധ മദൈവ മാതാവ് ആശീർവദിക്കട്ടെ. പലതരത്തിലുള്ള അപകടങ്ങൾ, ആക്രമണങ്ങൾ അനുഭവിക്കുന്നവർ, ജലജീവികളുടെയും വിഷജന്തുക്കളുടെയും ആക്രമണങ്ങളിൽ പെട്ടിരിക്കുന്നവർ, കർത്താവിൻ്റെ രക്തം അവരെ തിളക്കപ്പെടുകയും ഇതോടുകൂടി അവരുടെ രോഗങ്ങൾ വിട്ടുമാറുകയും യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കളെ, നമ്മളിപ്പോൾ ഒരു പ്രത്യേക ആധ്യാത്മിക അഭ്യാസത്തിലൂടെ പോവുകയാണ്. നമ്മൾ അന്വേഷിക്കുന്നത് വാഗ്ദാന പേടകത്തെ സമീപിക്കേണ്ടത് എങ്ങനെയെന്നുള്ളതാണ്. ഇതിങ്ങനെ ചോദിക്കാൻ കാരണം എന്താ, എല്ലാ ആവശ്യവും ഇത് ആവർത്തിക്കും. ഹെബ്രായർ 4:16 എന്താണ്? നമുക്കൊരാവശ്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എല്ലാ വാഗ്ദാനങ്ങളുടെയും പൂർണ്ണതയായ യേശു ക്രിസ്തുവിനെ കൃപയുടെ സിംഹാസനത്തെ സമീപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ സമീപിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ 10 പോയിൻറ്റ്സാണ് ഈ പറയണത്. ഇന്നലെ ഒരു പോയിൻറ്റ്സ് പറഞ്ഞു. എന്താണ്? വിശ്വാസം ദൈവത്തെ അന്വേഷിക്കലാണ്. ഇന്നലെ പറഞ്ഞു. അന്വേഷിക്കുന്ന വഴികളാണ് നമ്മൾ സജീവ വിശ്വാസമുണ്ട്, നിർജീവ വിശ്വാസമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പാരമ്പര്യ വിശ്വാസം നിർജീവവും, സജീവ വിശ്വാസം പ്രവർത്തനങ്ങളിലൂടെയുള്ള നീതീകരണമാണെന്ന് നമ്മൾ യാക്കോബ് 2:17 പറഞ്ഞു. ഓക്കെ, ഇപ്പം നമ്മൾ ഇന്ന് പറയാൻ പോണത് രണ്ടാമത്തെ വാഗ്ദാന പേടകത്തെ സമീപിക്കുന്ന രണ്ടാമത്തെ പോയിൻ്റാണ്. ഇന്നലെ വിശ്വാസമാണ്, ഇന്നെന്താണ്? ഇന്ന് വിശുദ്ധിയാണ്. വിശുദ്ധി ഒരു യോഗ്യതയാണ് വാഗ്ദാന പേടകത്തെ സമീപിക്കാൻ. അപ്പോൾ ഉടമ്പടി കാലത്ത് നമ്മൾ വിശുദ്ധി പാലിക്കുന്നതിൻ്റെ പ്രത്യേക കാരണം അതാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പഴയ നിയമത്തിൽ വേറെ ഒരു സംഭവമാണ്. ഫിസിക്കലായിട്ട് ഹുസ്സ എന്ന് പറഞ്ഞൊരാൾ സഹോദരല്ലേ, അയാൾ വാഗ്ദാന പേടകത്തിന് വഹിച്ചിരുന്ന മൃഗങ്ങളെ ഇളകിയപ്പോൾ അയാൾ കയറി തൊട്ട് വാഗ്ദാന പേടകം വീഴാൻ പോണ തോന്നി ഉസ്സാ കയറി തൊട്ടപ്പോൾ അയാൾ അടിച്ചു തരുന്ന അയാൾ ചത്തുപോയി. അപ്പോൾ അന്ന് മുതൽ വാഗ്ദാന പേടകത്തിൽ പുരോഹിതന്മാർ പ്രാർത്ഥനാപൂർവമാണ്, പ്രത്യേക ഡ്രസ്സിട്ട് പ്രാർത്ഥനാപൂർവ്വം വിശുദ്ധിയോടെയാണ് വാഗ്ദാന പേടകത്തെ ചുവന്നുകൊണ്ട് വന്നത്. അപ്പം നമ്മൾ അതുപോലെ തന്നെ ചെയ്യണത്. അപ്പം നമ്മളതെല്ലാം ആത്മീയമായിട്ടാണ് നമ്മളതിനെ, ആ വിഷയത്തെ ഫിസിക്കൽ എന്ന രീതിയിലുള്ള സ്പിരിച്വലായിട്ടാണ് നമ്മളതിനെ വാഗ്ദാന പേടകം സ്പർശിക്കുന്നത്. എങ്ങനെ സ്പർശിക്കുന്നത്? വിശുദ്ധി മൂലമാണ് സ്പർശിക്കുന്നത്. അതിൻ്റെ വചനമെന്ന് പറയണത് സങ്കീർത്തനം 24:3-4 എടുത്തേ. കർത്താവിന്റെ മലയിൽ ആര് കയറും? കർത്താവിന്റെ മലയിൽ ആര് കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? കർത്താവിന്റെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഉള്ളവൻ. നിർമ്മലമായ ഹൃദയമുള്ളവൻ. മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവൻ, കള്ളസത്യം ചെയ്യാത്തവനും തന്നെ. കള്ളസത്യം, അതായത് നമ്മൾ പണ്ട് നേരത്തെ പാട്ടില്ല, ഞാൻ നിൻ ഗേഹത്തിൽ വാഴുന്നതിനോ എന്നൊരു പാട്ടില്ലേ, ആരാണ് യോഗ്യൻ എന്നുള്ളത്. അപ്പം അത് ഈ സങ്കീർത്തനം എടുത്തിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ വിഷയം എന്ന് പറഞ്ഞത് നിഷ്കളങ്കനായിരിക്കണം. പിന്നെ എന്തൊക്കെയാണ്? കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഉള്ളവൻ. നിർമ്മലമായ ഹൃദയം. മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും. മിഥ്യയുടെ മേൽ എന്ന് പറയുന്നതല്ലേ, ഈ നമ്മളെ ഐഹികമായിട്ടുള്ള ഈ വ്യാവഹാരിക ഭൗതിക ജീവിതമില്ലേ, അപ്പം അത് ചില ആൾക്കാർ അമിതമായ പ്രാധാന്യം കൊടുക്കും. പ്രാധാന്യം കൊടുക്കും. ഇപ്പം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ മലയാളിയും എങ്ങനെ, കഴിഞ്ഞ ദിവസങ്ങളിലൊരു ബിഷപ്പ് പറഞ്ഞില്ലേ, മലയാളി മുടിഞ്ഞത് വലിയ വീട് വെച്ചാണെന്ന് പറഞ്ഞില്ലേ. വീട് വെച്ചെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തൊരു ഒരു മിഥ്യയുടെ മേൽ മനസ്സ് വെക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് എന്താ കാര്യം വെച്ചാൽ, വലിയ വീടാണെങ്കിൽ മാത്രമേ താങ്കൾക്കൊരു വിലയുള്ളെന്ന് മലയാളി ഒരു മിഥ്യാധാരണയാക്കിയിരിക്കണം. കാര്യം അതിനു വേണ്ടി ലോൺ എടുത്ത് അതിൻ്റെ പലിശ പെരുകി പിന്നെ അടക്കാൻ വേണ്ടി രാജ്യം നാട് വിട്ട് അല്ലേ, പിന്നെ അവിടെയും കടമായി ഇവിടെയും കടമായി. അപ്പം മിഥ്യയുടെ മേൽ എനിക്ക് ഇപ്പോൾ ഇത്രയും നാളായിട്ട് മനസ്സിലെങ്ങനെയാണ്, നമ്മളിപ്പോൾ ചിലർ ദൈവത്തെ വിളിക്കണ പോലും അവരുടെ ഈ മിഥ്യാബോധങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ്. വലിയ വലിയ ആഗ്രഹങ്ങളുമായിട്ടല്ലേ ചില ആൾക്കാർ ഉടമ്പടി എടുക്കണത്. അവർക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ മനസ്സിലാകും,
അപ്പോൾ ഞാനും ആദ്യകാലങ്ങളൊന്നും അവരവിടെ ഡിസ്കറേജ് ചെയ്യത്തില്ല. എന്നാലും ഞാൻ ഇങ്ങനെ കോഷൻസ് കൊടുക്കും. നിങ്ങൾ പറയുന്ന വഴികളിലേക്ക് കർത്താവ് ഉടമ്പടി കൊണ്ടുവരത്തില്ല, നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണമെന്ന് ഞാനോട് എല്ലാ പ്രശ്നങ്ങളിലും സൂചിപ്പിക്കും. അപ്പോൾ അതേസമയം തന്നെ അതെ 10% 5% മോശമായിട്ട് ഉടമ്പടി എടുക്കത്തുള്ളൂ. അപ്പോൾ അതിനകത്തത് നെഗ്ലിജിബിളാണ്, കുറച്ച് കഴിയുമ്പോൾ അവർ ശരിയായിക്കൊള്ളും. പക്ഷേ ഞാനതല്ല പറയണത്, ഈ വിശുദ്ധി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ? നമ്മൾ വിശുദ്ധിയെക്കുറിച്ച് നല്ലവണ്ണം നമ്മൾ പഠിച്ച വിശുദ്ധിയുടെ ലക്ഷണങ്ങളെന്ന് പറയാനുണ്ടല്ലോ, ശരിക്കും 1 കൊരിന്ത്യസ് 13:1 മുതലുണ്ട്. എന്താ വെച്ചാൽ സ്നേഹത്തിൻ്റെ ലക്ഷണങ്ങൾ തന്നെ വിശുദ്ധിയുടെ ലക്ഷണങ്ങൾ. അതാണ് നിങ്ങളത് വായിച്ചാൽ മതി. നീ ഉടമ്പടിക്കാലത്ത് പ്രത്യേകിച്ച് കാര്യം, ഉടമ്പടിക്കാലം എന്ന് പറയുന്നത് നമ്മുടെ ഭൗതികമായ കൈയും കാലും കെട്ടിയിട്ട് കർത്താവിൻ്റെ കൈകൾ ചലിപ്പിക്കാൻ വേണ്ടി നമ്മൾ ദൈവതിരുസന്നിധിയിൽ നിഷ്ക്രിയരായി നിഷ്ക്രിയ ലോകത്തിൻ്റെ മുമ്പിൽ നിഷ്ക്രിയരാകുകയും ദൈവത്തിൻ്റെ മുമ്പിൽ സജീവരാകുകയും ചെയ്യുന്ന ഒരു കാലമാണ് ഉടമ്പടിക്കാലം എന്ന് പറയുന്നത് പ്രത്യേകിച്ച്. അപ്പോൾ അതിനകത്ത് ഒരു കാര്യമാണ് വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കളങ്കമില്ലാത്ത മനസ്സ്. ഇപ്പം നമ്മുടെ ഞാൻ ചില ആൾക്കാർ പറയും, നിങ്ങൾ ഉടമ്പടിയിൽ കളങ്കം ഉണ്ടാകരുതെന്ന് പറയും. പക്ഷേ ഞാൻ ഉടമ്പടിയിൽ ഇപ്പം നമ്മളൊരു സ്ഥലം മേടിക്കണമെന്ന് പറയുമ്പോഴും അപ്പം ചിലപ്പോൾ അതിൻ്റെ അകത്ത് ആഗ്രഹത്തിൻ്റെ കളങ്കം ഉണ്ടാകും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ആരോടും പറയത്തില്ല. ഇന്നൊരു മേടിക്കണ ഈ സ്ഥലം വേറെ ആൾക്കാർ വാങ്ങിച്ചാൽ ഇപ്പം നമുക്ക് ചിലപ്പോൾ എത്രയും പെട്ടെന്ന് ആവശ്യം ഉണ്ടാകത്തില്ലെങ്കിലും സ്ഥലം എടുത്തിടും ചില ആൾക്കാർ. എന്താ കാര്യം, ആ സ്ഥലം എടുത്തില്ലെങ്കിൽ വേറെ ആൾക്കാർ എടുക്കുകയും അവരതിലേ കൂടി റോഡിട്ട് അവരുടെ വീട്ടിൽ വണ്ടി കയറുകയും ചെയ്യുമ്പോൾ അവിടെ മുമ്പിൽ നമ്മൾ കൊച്ചായി പോകുന്ന വിചാരിച്ചുകൊണ്ട് ചില ആൾക്കാർ. അപ്പോൾ അതും ചില ആൾക്കാർ ഉടമ്പടി വെക്കും അങ്ങനെ സ്ഥലം. പക്ഷേ അതിൻ്റെ കളങ്കമുണ്ട്. എന്താ, മറ്റുള്ളവരെ വളർച്ചയെ മുരടിപ്പിക്കുക എന്നുള്ളൊരു കളങ്കമുണ്ട്. അപ്പോൾ അതാണ് ഭജനം പറയണത്, നിങ്ങൾ ഉടമ്പടിക്കാലത്ത് അല്ലാത്ത കാലത്ത് വിശുദ്ധിയോടെ വേണം നിങ്ങൾ വാഗ്ദാന പേടകത്തെ സമീപിക്കാൻ. അപ്പം നിയോഗങ്ങളിൽ കളങ്കം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങളുടെ നിയോഗങ്ങളിൽ കളങ്കം ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കാൻ നല്ലതായിരിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ.